ഞാൻ രഞ്ജി മുതുകുടവൻ, നൂഞ്ഞേരി മുതിർവനാണ്. മുതിർവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആചാരപ്പേരാണ്. ഓരോ തറവാട്ടിലും ദേശത്തെ പ്രഥമ സ്ഥാനം വഹിക്കുന്നവർക്ക് ചിറക്കൽ രാജാവിൻ്റെ അറിവോടുകൂടി ചിറക്കൽ രാജാവ് തന്നെയോ അല്ലെങ്കിൽ പ്രതിനിധിയായി നമുക്ക് കരിമാരത്തിലത്തെ തമ്പുരാൻ തിരുമേനി തരുന്ന പ്രധാന ഒരു പദവിയാണ്. തെയ്യം എന്ന് പറഞ്ഞാൽ ദൈവം എന്ന പദം, അതായത് ഗോഡ്, ദൈവം എന്ന പദം ലോപിച്ചിട്ട് തെയ്യം. നമ്മൾ ഈ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ് മുഖ്യമായിട്ടും ഈ തെയ്യം ആചാരാനുഷ്ഠാന പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത് വർഷം തോറും. പിന്നീട് പറയാനുള്ളത് തെയ്യത്തിൻ്റെ ചായങ്ങൾ, അതും മഷി, ചായില്യം, മണേല, അരിച്ചാന്തി ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം തെയ്യത്തിനെടുക്കുക. കണ്ണിൽ നമ്മൾ ഉപയോഗിക്കുന്ന മഷി എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ടല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നല്ലെണ്ണയിൽ ഓടിൽ വെച്ചിട്ട് എടുക്കുന്ന മഷിയാണ് നമ്മൾ ഉപയോഗിക്കുക. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നിനും റിയാക്ഷൻ ഉണ്ടാവില്ല, അല്ലെ സ്കിന്നിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ അരിച്ചാന്ത് ശരീരത്തിലൊക്കെ തരേണ്ട വെള്ള നിറാന്ന് ഉണ്ടാവുക. അത് പച്ചരി പിന്നെ അതുകൊണ്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരച്ചെടുക്കുന്ന, അങ്ങനെ റിയലായിട്ട് നമുക്ക് മറ്റ് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ സാധനങ്ങളാണ് നമ്മൾ തെയ്യത്തിന് മിക്കവാറും ഉപയോഗിക്കുന്നത്. മുത്തപ്പൻ്റെ കുടിയാടകൾ, അതായത് അണിയലം, താഴ്ന്ന മുതൽ പറഞ്ഞാൽ കാലിന് ചെലമ്പ് എന്നാ പറയാ. ചെലമ്പ്, വെറ്റുംപാറകം, മണിക്കാല്, അത് ഒട്ടുമിക്ക ദൈവത്തിനും അതേ ആഭരണം തന്നെയായിരിക്കും. ഈ കാലാഭരണം എന്നാ പറയാ അതിന്. അതുപോലെ കൈക്ക് കെട്ടുന്നതും അതുപോലെ തന്നെ. വള, തോൾവളയും വിരുതും, ഇവിടെ കെട്ടുന്ന ചൂടകം, ഇവിടെ കടകം, പിന്നെ അതിൻ്റെ ഒഴിവിലെല്ലാം തണ്ടകൾ, കൈത്തണ്ടകളാണ്. അങ്ങനെയാണ് കയ്യാഭരണം. മുത്തപ്പൻ്റെ അരയിൽ കെട്ടുന്നത് ചെണ്ടറി കെട്ടുന്ന പറയാം. മുകളിലോട്ട് വരുമ്പോൾ പിന്നെ തലപ്പാളി, അത് എല്ലാ തെയ്യത്തിനും ഉപയോഗിക്കുന്ന പ്രധാനമായ വസ്തുവാണ്. പിന്നെ രണ്ട് ഭാഗത്ത് ഇങ്ങനെ കൊമ്പോലക്കാതെന്ന് പറയാം, ചെവി ഇവിടെ. പിന്നെ മുകളിൽ മുത്തപ്പൻ്റെ കൊടുമുടി, ഈ പറഞ്ഞ വസ്തുക്കൾ, തുമ്പിയും തുളസിയും ചെക്കിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന കൊടുമുടി. ഇത്രയും ആഭരണങ്ങളാണ് മുത്തപ്പന് ധരിക്കാറുള്ളത്. തെയ്യത്തിൻ്റെ ഒരു മുഖ്യ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ തെയ്യം ക്ഷേത്ര അനുഷ്ഠാന കർമ്മമാണ്. അതായത് ആചാര അനുഷ്ഠാന കർമ്മമാണ് തെയ്യം. തെയ്യത്തിൽ ഒരുപാട് കലകൾ കൂടി ചേർന്നതാണ് തെയ്യം. അതായത് ഒരു നല്ല ഉപാസകനെ ഒരു നല്ല തെയ്യം കോലധാരിയാവാൻ പറ്റുമെന്നാണ് എൻ്റെ അറിവ്. നൃത്തകല വേണം, നർത്തനത്തിന് കലാശം എന്നാണ് പറയുക. അതുപോലെ തന്നെ സംഗീതം വേണം, വായ്പാട്ട്, തെയ്യത്തിന് തോറ്റംപാട്ട്, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അതിൽ ആർട്ട് വേണം, വര, ചിത്രകല വേണം, മുഖത്തെഴുത്തും മെയ്ക്കെഴുത്ത്, പിന്നെ അതുപോലെ കളരിപ്പയറ്റിൻ്റെ ആയുധ പരിശീലനങ്ങളൊക്കെ വേണം. ഒരുപാട് സമുദായങ്ങൾ ഒരുപാട് കൂടിച്ചേരലിൻ്റെ ഭാഗമായിട്ടാണ് പൂർണ്ണമായും അത് അനുഷ്ഠാന ആചാരപ്രകാരം തെയ്യം നടത്തി വരുന്നത്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ് മുഖ്യമായിട്ട് ഉള്ളത് തെയ്യം.